സ്വർഗത്തിൽ മുത്തുപൊഴിച്ചിടുന്ന വെള്ളിച്ചിറകുള്ള മേഘങ്ങൾ ഞങ്ങൾ ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചിലുള്ള മാലാഖമാർ. അതാ വെള്ളരി ചിറകുകൾ വിടർത്തി കോടമഞ്ഞൊഴുകും പോലെ ഒരു കൂട്ടം മാലാഖമാർ ആടിപ്പാടി പോകുന്നു. സ്വർഗത്തിൽ നിന്നും അവർ ഭൂമിയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും ലൗകികനാഥന്റെ കൽപ്പനയാൽ ഭൂമിയിലുള്ള ഒരു അമൂല്യമാം രത്നത്തെ തേടിയലഞ്ഞു വരുന്നു ഞങ്ങൾ. പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ഭൂമിയിൽ അമൂല്യമായതെന്തെന്ന് അന്വേഷിച്ച് തേടി അലയുകയാണവർ. സ്വർഗത്തിൽ മുത്തുപൊഴിച്ചിടുന്ന വെള്ളിച്ചിറകുള്ള മേഘങ്ങൾ ഞങ്ങൾ ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചിലുള്ള മാലാഖമാർ. ഫ്രാൻസിൽ ഇപ്പോൾ വസന്തകാലത്തിന്റെ അവസാന ഘട്ടമാണ്. ഈജിപ്തിൽ നിന്നും ഫ്രാൻസിലെത്തിയ ഒരു കൂട്ടം ദേശാടക്കാരായ മീവൽ പക്ഷികൾ തിരിച്ച് ഈജിപ്തിലേക്ക് പറക്കാൻ തയ്യാറാകുന്നു. അവരെ കണ്ടാൽ പലനിറമാണല്ലോ, നീണ്ടു വളഞ്ഞൊരു ചുണ്ടുകളും ചിറകിന്റെ നടുവിൽ പൊങ്കുമവരകളുമുണ്ടല്ലോ. കണ്ടാൽ പലനിറമാണല്ലോ, നീണ്ടു വളഞ്ഞൊരു ചുണ്ടുകളും ചിറകിന്റെ നടുവിൽ പൊങ്കുമവരകളുമുണ്ടല്ലോ. എന്നാൽ അക്കൂട്ടത്തിലുള്ള ഒരു മീവൽ കുഞ്ഞ് മാത്രം മറ്റുള്ളവരുടെ കൂടെ പോകുവാൻ തയ്യാറായില്ല. കൂട്ടുകാരെ, ഞാൻ 2 ദിവസം കഴിഞ്ഞു വന്നാൽ പോരെ? എനിക്ക് അമ്പലക്കുളങ്ങൾ കണ്ട് കൊതി തീരുന്നില്ല. നീ എന്താണ് പറയുന്നത്? അതൊന്നും ശരിയാവില്ല. നീ നോക്ക്, വസന്തകാലം കഴിയാറായിരിക്കുന്നു. മുത്തശ്ശിമ പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? ശിശിരം വന്ന മഞ്ഞു വീണാൽ നമ്മൾ മീവൽ പക്ഷികൾക്ക് ജീവിക്കാനാകില്ല. ശ്വാസതടസ്സമുണ്ടാകും, തൂവലുകളെല്ലാം കൊഴിഞ്ഞു പോകും. ഒടുവിൽ പനി വന്ന് നമ്മൾ മരിച്ചു പോകും. വരൂ, ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എന്നാൽ കുഞ്ഞു മീവൽ കൂട്ടാക്കിയില്ല. മറ്റുള്ളവരെല്ലാം കുഞ്ഞു മീവലിനെ കൂട്ടാതെ യാത്രയായി. 2 ദിവസം കൂടി മീവൽ കുഞ്ഞ് ആമ്പൽക്കുളങ്ങളിലൂടെ പറന്നു നടന്നു. തിരിച്ച് ഈജിപ്തിലേക്ക് പറക്കവേ ഫ്രാൻസിലെ ഒരു വലിയ നഗരത്തിലെത്തി. അതാ ആ നഗരത്തിന്റെ നടുക്കളത്തിൽ ഒരു രാജകുമാരന്റെ കൂറ്റൻ പ്രതിമ നിൽക്കുന്നു. കണ്ണുകളിൽ വൈഡ്യൂര്യവും കണ്ടാൽ ജീവനമുണ്ടെന്ന് തോന്നിക്കുന്ന ആ പ്രതിമയുടെ അടിവശത്തായി കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. കുഞ്ഞുമീവൽ വിശ്രമിക്കുന്നതിനായി രാജകുമാരന്റെ ചുമലിലേക്ക് പറന്നിരുന്നു. രാജകുമാരന്റെ മുഖത്തേക്ക് നോക്കിയ കുഞ്ഞുമീവൽ ഞെട്ടി. അല്ലയോ രാജകുമാര, കരയാൻ കഴിയുന്ന നിനക്ക് കേൾക്കാനും കഴിയുമല്ലോ. എങ്കിൽ പറയൂ, നീ എന്തിനാണ് ഈ കരയുന്നത്? കുഞ്ഞുമീവലിന്റെ വാക്കുകൾ കേട്ട രാജകുമാരന്റെ ചുണ്ടുകൾ മെല്ലെ അനങ്ങി. ചെറിയൊരു പുഞ്ചിരി തൂകി. ഫ്രാൻസിന്റെ അതിഥിയായ മീവൽ കുഞ്ഞെ, നിനക്കെന്റെ പ്രണാമം. കൊട്ടാര മതിൽ കെട്ടുകൾക്കുള്ളിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ചുവന്ന തൊടുത്ത കവിളുകൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. സുഖവും സന്തോഷവും മാത്രമേ ഞാൻ അനുഭവിച്ചിരുന്നുള്ളൂ. അകാലത്തിൽ മരണമടഞ്ഞ എന്നെ ഈ നാടിന്റെ നടുക്കളത്തിൽ ഒരു കൂറ്റൻ പ്രതിമയാക്കി നിർത്തി. ഇപ്പോൾ എനിക്കെല്ലാം കാണാം, ഈ നാട് മുഴുവനും കാണാം. ഞാൻ കാണുന്നതെല്ലാം ഹരിതാത്ത കാഴ്ചകൾ. കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന അമ്മമാർ, പട്ടിണി മൂലം വലയുന്ന. ഇല്ല, എനിക്ക് പറയാൻ കൂടി പറ്റുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം നല്ലൊരു ബാല്യം. അതാ ആ ജനലിലൂടെ നോക്കൂ, വിശന്ന് തളർന്ന പൊന്നോമനെ തൊട്ടിലാട്ടി ഉറക്കുന്ന അമ്മ. പട്ടിണി മൂലം ആ അമ്മയുടെ മാറിൽ ഇനി ഒരു തുള്ളി പാൽ പോലും ബാക്കിയില്ല. അതുകൊണ്ട് കണ്ണിലുള്ളൊരാ കല്ലിനെ അമ്മതൻ കൈകളിൽ ഏൽപ്പിക്കുമോ? കണ്ണിലുള്ളൊരാ കല്ലിനെ അമ്മതൻ കൈകളിൽ ഏൽപ്പിക്കുമോ? രാജകുമാരന്റെ വാക്കുകൾ കേട്ട കുഞ്ഞുമീവൽ പൊട്ടിക്കരഞ്ഞു. അരുത് രാജകുമാര, നിന്റെ കണ്ണിലെ വൈഡ്യൂര്യ കല്ലുകൾ കൊത്തിയെടുത്താൽ നിന്റെ കാഴ്ച നഷ്ടമാവില്ലേ? എന്തിനായി വെളിച്ചം അമ്മയും പൈത
കൈകളിൽ ഏൽപ്പിക്കുമോ? രാജകുമാരന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞു മീവൽ വൈഡ്യൂരക്കല്ലുകളുമായി ദൂരത്തേക്ക് പറന്നു. വൈഡ്യൂരക്കല്ലുകൾ മാത്രമല്ല, രാജകുമാരന്റെ ദേഹത്തുണ്ടായിരുന്ന മറ്റു പല സ്വർണങ്ങളും കുഞ്ഞു മീവൽ അനാഥർക്കും അബലർക്കും എത്തിച്ചു കൊടുത്തു. നാളുകൾ കടന്നുപോയി. കുഞ്ഞു മീവൽ രാജകുമാരന്റെ അടുത്തെത്തി. മീവൽ കുഞ്ഞെ, വസന്തകാലം കഴിഞ്ഞിരിക്കുന്നു. നിനക്കിനി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാം. ഈ തണുപ്പ് നിനക്ക് സഹിക്കാനാകുന്നതല്ലോ. നിനക്കെന്റെ യാത്രാമംഗളങ്ങൾ. രാജകുമാരന്റെ വാക്കുകൾ കേട്ട കുഞ്ഞു മീവൽ നിറ മനസ്സോടും നിറ കണ്ണുകളോടും കൂടി രാജകുമാരന്റെ ചുമലിലേക്ക് പറന്നിരുന്നു. രാജകുമാര, നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് നല്ല ഭംഗിയുണ്ട്. ആ പിന്നെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു കുഞ്ഞ് ദേഹമാസകലം മുഴുവൻ തെരുവിലിരുന്ന് ഭിക്ഷയെടുക്കുമ്പോൾ നിന്റെ വാൾപ്പിടിയിൽ അവിശ്വസിക്കുന്ന ഞാൻ ആ കുഞ്ഞിന് നൽകട്ടെ. രാജകുമാരന്റെ അനുവാദത്തോടു കൂടി കുഞ്ഞു മീവൽ രാജകുമാരന്റെ വാൾപ്പിടിയിലെ സ്വർണവുമായി ദൂരത്തേക്ക് പറന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം രാജകുമാരന്റെ അടുത്തെത്തി. രാജകുമാര, ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതിനു മുമ്പ് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ നിന്റെ ഈ നെറ്റിത്തരത്തിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. മീവൽ കുഞ്ഞ് രാജകുമാരന്റെ നെറ്റിത്തരത്തിലേക്ക് പറന്നുയരവേ ചേതനയേറ്റ് നിലം പതിച്ച് മരണമടഞ്ഞു. കുഞ്ഞു മീവലിന്റെ മരണം മനസ്സിലാക്കിയ രാജകുമാരൻ പൊട്ടിക്കരഞ്ഞു. തൽക്ഷണം ആ പ്രതിമ പൊട്ടിപ്പിളർന്നു. അടുത്ത ദിവസം തന്നെ ഫ്രാൻസിലെ അധികാരികൾ സ്ഥലത്തെത്തി. മീവൽ കുഞ്ഞിന്റെ തൂവലുകളും പ്രതിമയുടെ അവശിഷ്ടങ്ങളും അവർ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു. അടുത്ത ദിവസം തന്നെ ഫ്രാൻസിലെ പ്രൗഢി വിളിച്ചോതുന്ന പുതിയ പ്രതിമയുടെ പണി ആരംഭിച്ചു. സ്വർഗത്തിൽ മുത്തുപൊഴിച്ചിടുന്ന മേഘങ്ങൾ ഭൂമിയിൽ വന്നു പറന്നു നടക്കുന്ന തൂവെള്ളച്ചിരുള്ള മാലാഖമാർ. ഭൂമിയിലെ അമൂല്യ വസ്തു തേടിയെത്തിയ മാലാഖമാർ ഫ്രാൻസിലെ നഗരത്തിലെത്തി. കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്ന രാജകുമാരന്റെ പ്രതിമയുടെ അവശിഷ്ടങ്ങളും മീവൽ കുഞ്ഞിന്റെ തൂവലും അവർ കൈകളിലെടുത്തു. കൂട്ടുകാരെ, സ്വർണവും രത്നവും പവിഴവും ഒന്നുമല്ല, അനാഥർക്കും അബലർക്കും വേണ്ടി ജീവൻ സമർപ്പിച്ച ഈ കുഞ്ഞു മീവലിന്റെയും രാജകുമാരന്റെയും ദേഹത്തെ അലങ്കരിച്ച തൂവലകളും വാൾപ്പിടിയുമാണ് ഭൂമിയിലെ അമൂല്യ വസ്തു. നമ്മുടെ ജോലി ഇവിടെ പൂർത്തീകരിക്കുന്നു. വരൂ, നമുക്കിത് പ്രപഞ്ച സൃഷ്ടാവിനെ ഏൽപ്പിക്കാം. അവർ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. പ്രിയമുള്ളവരെ, മീവൽ കുഞ്ഞിനും ഹാപ്പി പ്രിൻസിനും മരണമില്ല. അവരിന്നും ഓർമ്മകളിൽ ജീവിക്കുന്നു.